नमस्ते बच्चों, आप सबको हमारे हिंदी कक्षा की ओर स्वागत. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ നമ്മുടെ അടുത്ത ഒരു ലെസണാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റ് അല്ലേ? സെക്കൻഡ് യൂണിറ്റിൽ തുടക്കത്തിൽ ഒന്നാമത്തെ പാഠം നമ്മൾ ഏതായിരുന്നു പഠിച്ചിരുന്നത്? അയാം കലാം കി ബഹാനെ എന്നുള്ളത് അല്ലേ? അതൊരു ഫിൽമി ലേഖനമായിരുന്നു. നമ്മളത് പഠിച്ചു. ഒരു ഫിൽം അല്ലേ? ഫിൽമി ലേഖനം, ആ സിനിമയിൽ കണ്ട ചിത്രം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ യൂണിറ്റ് തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ഹർ കലായും പ്രകൃതി കി നക്കൽ ഹെ എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാ കലകളും പ്രകൃതിയുടെ ഒരു കോപ്പിയാണ്, പകർപ്പാണെന്ന് പറഞ്ഞു. അതെ, എന്താണ് പ്രകൃതിയുടെ പകർപ്പെന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാ കലകളും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അനുകരിക്കപ്പെടുന്നത് അല്ലേ? പാട്ട്, നൃത്തം, അഭിനയം, ചിത്രരചന, ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഓരോ കലകളും എവിടുന്നാണ് ഉണ്ടാവുന്നത്, എവിടുന്നാണ് നമ്മൾ പഠിക്കുന്നത്? പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ കലകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഒരു ലെസണിലേക്ക് കടക്കാൻ പോകാം. നിങ്ങൾ ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം അല്ലേ? അഭിനയത്തിലും പാട്ടിലും ചിത്രരചനയിലും അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ ഒരു കലാകാരനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സബ്സേ ബഡാ ഷോമാൻ അല്ലേ? എല്ലാത്തിൽ നിന്നും ഒരു എല്ലാരിൽ നിന്നും വലിയൊരു കലാകാരൻ, ഷോമാൻ അല്ലേ? ഒരു ഷോമാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, സബ്സേ ബഡാ ഷോമാൻ ആരെ പറയുന്നത്? ശ്രീ ചാർലി ചാപ്ലിനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാർലി ചാപ്ലിനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് അല്ലേ, ഫിലിമുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ വെറുതെ ഒരു ചിരി മാത്രമാണോ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുന്നത് വഴി നമുക്ക് അറിയുന്നത്? വെറും ഒരു സിനിമ കണ്ട് തീരുന്നത് മാത്രമാണ് അല്ല, അതിൽ വലിയൊരു സന്ദേശവും ഒക്കെ അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രശസ്തമാണ്. എന്താ നോക്കൂ, മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എന്താ പറയുന്നത്? എനിക്ക് ബാരിഷ് മേം ചലന പസന്ത് ഹെ, എനിക്ക് മഴയിൽ നടക്കാൻ ഇഷ്ടമാണ്. കാരണം എന്താ? മേരെ ആൻസൂ കോ നഹീ ദേഖ് പാത്താ ഹെ കോയി, എൻ്റെ കണ്ണീര് ആർക്കും കാണാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ആ വാക്കിൽ നിന്നുള്ള അർത്ഥം എന്താ? അദ്ദേഹം കലാകാരനാണ്. പക്ഷേ നമ്മളറിയുന്ന കലാകാരന്മാരൊക്കെ എങ്ങനെയാണ്? നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫാണ് ആസ്വദിക്കുന്നത്, അവർ ജീവിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ധാരണ അല്ലേ? പക്ഷെ അവരുടെ ലൈഫിൽ അവരൊരുപാട് സഫർ ചെയ്തിട്ടാണ് അവരിങ്ങനെ ഒരു നിലയിലെത്തിയിട്ടുണ്ടാവുക അല്ലേ? ആ വാക്കാണ്, ആ ഒരു അർത്ഥമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ വരികളിലുള്ളത്. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആർക്കും കാണാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ശരിക്കും ആ വാക്കിൽ പറയുന്നത്, ആ വരികളിൽ അല്ലേ? എങ്ങനെയാണ് ഈ ശ്രീ ചാർലി ചാപ്ലിൻ നമ്മളറിയുന്ന ഇന്നത്തെ അല്ലേ ചാർലി ചാപ്ലിൻ ആയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗീത് ചതുർവേദി എഴുതിയ ഒരു ജീവനിയാണിത്. ജീവനി എന്ന് വെച്ചാൽ എന്താ? ഒരാളുടെ ജീവിത ചരിത്രം എഴുതുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ല, അതിലുള്ളൊരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. ആത്മകഥ എന്ന് വെച്ചാൽ ഒരാൾ സ്വയം എഴുതുന്നത്. ജീവനി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിത കാലഘട്ടത്തെ, ചരിത്രത്തെ മറ്റൊരാൾ എഴുതും. അതാണ് ജീവനി എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. സബ്സേ ബഡാ ഷോമാൻ. പുസ്തകം നിങ്ങൾ കയ്യിൽ വെച്ച് ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അതായത് പുസ്തകം ടീച്ചർ വായിക്കുന്നതോടുകൂടി
നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് പുസ്തകത്തിലൂടെ നോക്കുക കേട്ടോ. നമ്മളിതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫോണിൽ നോക്കുന്നതിനേക്കാൾ നല്ലത് പുസ്തകത്തിൽ നോക്കുക. നിങ്ങൾക്ക് അപരിചിത ശബ്ദവും കെ നീച്ചെ രേഖാ ഖീഞ്ചെ और अर्थ लिखे. ഓക്കെ, ടീച്ചർ പറയുന്ന അർത്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് അപരിചിതമായ ശബ്ദങ്ങളുണ്ടെങ്കിൽ, വാക്കുകളുണ്ടെങ്കിൽ അർത്ഥം എഴുതിയെടുക്കുക. നിങ്ങൾക്ക് പിന്നീട് അത് വായിക്കുമ്പോൾ ഉപകാരപ്പെടും. ശ്രദ്ധിച്ചോളാം. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. എന്താ പറയുന്നത്? ഗാത്തെ ഗാത്തെ അചാനക് മാ കി ആവാസ്. പാടി പാടി അമ്മയുടെ അചാനക്, അചാനക് പറഞ്ഞാൽ പെട്ടെന്ന്, മാ കി ആവാസ് അമ്മയുടെ ശബ്ദം, ഫട്ടുക്കർ, ഫട്ടിന പറഞ്ഞാൽ പൊട്ടുക എന്നാണ് അർത്ഥം. ഇവിടെ തകരുക എന്നാണ്, തകർന്നു. അമ്മയുടെ ശബ്ദം എടറി. എങ്ങനെയായി? ഫുസ് ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഫുസ് ഫുസാഹട്ട് പറഞ്ഞാൽ പിറുപിറുക്കുക, അല്ലെങ്കിൽ ഒരു മർമറിങ് ഒക്കെ, ഇങ്ങനെ ഈ എന്താ പറയുക, ഒതുങ്ങിയ ശബ്ദത്തിൽ വരില്ലേ? പെട്ടെന്ന് നമ്മൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മുടെ സൗണ്ട് ഒന്ന് മാറിപ്പോകില്ലേ? കാറ്റ് മാത്രമായിട്ട് വരില്ലേ? അതേപോലെ ഫുസ് ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ശ്വാസം മാത്രമായി, അതായത് കാറ്റ് പോലെയായി, ശബ്ദം ഇടറിപ്പോയി, എന്നിട്ട് മാറ്റം വന്നു. ലോഗോം കോ ലഗാ കി മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി ഹെ. ആളുകൾ വിചാരിച്ചത് എന്താ? മൈക്ക് മേ കുച്ച് ഖരാബി, മൈക്കിൽ എന്തോ കുറച്ച് തെറ്റ്, അല്ലെങ്കിൽ ഖരാബി, പ്രശ്നം, എന്തോ പ്രോബ്ലം. പർ ഫുസ്ഫുസാഹട്ട് ജാരി ഥി. പക്ഷേ ഈ ശബ്ദം, അമ്മയുടെ ഇടറിയ ശബ്ദം അധികമായിക്കൊണ്ടിരുന്നു. ലോഗ് ചില്ലാനേ ലഗെ, ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി. കഹീം സേ കുച്ച് ലോഗ് മ്യാവും മ്യാവും കി ആവാസ് നിക്കാൽനേ ലഗെ. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ എന്തായി? മ്യാവും മ്യാവും എന്നുള്ള ശബ്ദം, ആവാസ് നിക്കാൽനേ ലഗെ, പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെവിടെ സംഭവം? ഒരു സ്റ്റേജാണ് അല്ലേ? അങ്ങനെയല്ല നമുക്ക് ആ ഒരു സീന് തോന്നുന്നത്. പാടി പാടിയിരിക്കുമ്പോൾ അമ്മയുടെ ശബ്ദം ഇടറി ഒരു കാറ്റ് പോലെയായി മാറി, ഒരു ഫുസ്ഫുസാഹട്ടിലെ ഒരു രഹസ്യം പറച്ചൽ പോലെയായി മാറി. എവിടെ നിന്നൊക്കെയോ. അപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചത് എന്തോ കേടാണെന്നാണ്. പക്ഷേ സൗണ്ട് ഒരുപാട് മോശമായി വന്നപ്പോൾ ആളുകൾ എവിടെ നിന്നൊക്കെയോ നിലവിളിക്കാൻ തുടങ്ങി, മ്യാവും മ്യാവും ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങി. ഇസ് അഭദ്ര शोर ने माँ को സ്റ്റേജ് സേ हटने को मजबूर कर दिया. ഈ അഭദ്ര ഷോർ എന്ന് വെച്ചാൽ എന്താ? ഈ സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ബഹളത്തിൽ നിന്ന് അമ്മയ്ക്ക് സ്റ്റേജ് സേ ഹട്നേക്കോ, സ്റ്റേജിൽ നിന്ന് മാറാനുള്ള മസ്ബൂർ കർദിയ, അതായത് മാറേണ്ട നിർബന്ധിതയായി, സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു. ചാർലി കോ വഹ് അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി. ചാർലീനെ അവരെപ്പോഴും അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി, എന്നും അവർ ചാർലീനെ കൂടെ തിയേറ്ററിലേക്ക് കൂടെ കൂട്ടുമായിരുന്നു. ഉസ് ദിൻ ഭി, ആ ദിവസവും കൂടെ, പർദേ കെ പീछे ഖടാ വഹ് ആവാസ് കെ തമാശേ കോ ദേഖ് രഹാ ഥാ. ആ ദിവസവും കൂടെ പർദേ കെ പീछे, കർട്ടൻ്റെ പുറകിലിരുന്നു കൊണ്ട്, ഖടാ, കർട്ടൻ്റെ പുറകിൽ നിന്ന്, വഹ് ആവാസ് കെ തമാശേ കോ ദേഖ് രഹാ ഥാ, അവൻ ഈ ശബ്ദത്തിൻ്റെ തമാശയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഉണ്ടായ ആ ഒരു പ്രശ്നം അവൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാ കോ മാനേജർ മേ ബഹസ് ഹോത്തേ ദേഖ് വഹ് വഹാങ്കയ. അമ്മയും മാനേജറും തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കം അല്ലേ, ആ ഒരു സംസാരം കണ്ടുകൊണ്ടവൻ വഹാങ്കയ, അവിടേക്ക് പോയി. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ ചാർലിയെ അമ്മയുടെ കുച്ച് ദോസ്തോം കെ സാമനെ, കുറച്ച് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അഭിനയ് കർത്തേ ദേഖാ ഥ, അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആർ വഹ് ഉസേ സ്റ്റേജ് पर भेजने की जिद करने लगा. കൂടാതെ എന്ത് ചെയ്തു? അപ്പോൾ ഈ സ്റ്റേജിൽ ഇവൻ ഇതിന് മുമ്പ്, അതായത് ചാർലി ഇതിന് മുമ്പ് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നതായിട്ട് മാനേജർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവനെ സ്റ്റേജിലേക്ക് ഭേജിനേക്ക് ജിദ് കർണേലക, അവനെ സ്റ്റേജിലേക്ക് കയറ്റാനായിട്ട്
ജിദ്ദ് കർണ വാശി പിടിക്കുക, ശാഠ്യം പിടിക്കുക, അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചു. മാ ഡർ ഗയി, അമ്മ പേടിച്ചു. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा? 5 വയസ്സുള്ള കുട്ടി ഈ ഉഗ്രഭീഡ്, ഇത്രയും വലിയ ക്രൗഡിന്, തിരക്ക് ആളുകളെ എങ്ങനെ ചേൽപ്പായേക, അവൻ അഭിമുഖീകരിക്കുമോ അല്ലേ, അവൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്ന അമ്മ ഭയന്നുപോയി. ബഹുത് മുബാഹിസ കെ ബാദ് വഹ് അന്തതഃ ചാർലി കോ സ്റ്റേജ് पर ले गया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. അല്ലേ, ഒരുപാട് നേരത്തെ ചിന്തകൾക്കോ അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ വാക്കുതർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ചാർലിനെ അവരെ സ്റ്റേജിലേക്ക് ലേഗയ, കൂട്ടിക്കൊണ്ടുപോയി. ആർ ബച്ചാവ് കെ കുച്ച് ശബ്ദ് കഹ്, ബച്ചാവ് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള എന്തോ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഉസേ അക്കേല ചോടായ, അവനൊറ്റയ്ക്ക് സ്റ്റേജിൽ വിട്ടിട്ട് വന്നു. धुएं के उड़ते हुए छल्लों के बीच चार्ली ने മഷഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ഷുരൂ കിയ. അല്ലേ, ആ പുകയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേജിൻ്റെ മുകളിലുള്ള ആ ഒരു പുക ഉയർന്നു വരുന്ന ആ ഒരു വെളിച്ചത്തിനിടയിൽ കൂടെ ചാർലി വളരെ പ്രശസ്തമായ ജാക്ക് ജോൺസ് ഗാനം, അവരുടെ ഗാനം പാടാനായിട്ട് തുടങ്ങി. കുച്ച് ദേർ തക് ഓർക്കസ്ട്ര വാലെ उसकी आवाज़ में उस गाने की धुन तलाशते रहे. അല്ലേ, കുറച്ച് നേരത്തേക്ക് ഓർക്കസ്ട്ര വാലെ, അല്ലേ, ഈ ഓർക്കസ്ട്ര ടീം ഉസ്കി ആവാസ് മേ, അവൻ്റെ ശബ്ദത്തിലുള്ള ഉസ് ഗാനെ കി ധുൻ, അവൻ്റെ പാട്ടിൻ്റെ ധ്വനി അല്ലെങ്കിൽ ആ ട്യൂണ്, തലാഷ്തേ രഹെ, അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആർ വഹ് ജൈസേ ഹി മിലി ഗാന സജ്നെ ലഗെ, അങ്ങനെ അവർക്കത് കിട്ടി. ഗാന സജ്നെ ലഗെ പറഞ്ഞാൽ ഗാനം ആലപിച്ചു തുടങ്ങി, അത് ഭംഗിയുള്ളതായി മാറി. ഗാന അഭി ആധാഹി ഹുവാധ, പാട്ടിപ്പോൾ വളരെ പതുക്കെ, അതായത് പകുതിയായി, ആധാഭി ഹുവാധ, പകുതിയായപ്പോൾ കി സ്റ്റേജ് പർ പൈസോം കി ബൗച്ചാർ ശുരു ഹോ ഗയി. സ്റ്റേജിൽ പൈസോം കി ബൗച്ചാർ, പൈസയുടെ ഇങ്ങനെ എറിയൽ, വർഷം അല്ലേ, എങ്ങനെ എറിയൽ ശുരു ഹോ ഗയി, പൈസ സ്റ്റേജിലേക്ക് ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി. ചാർലീനെ ഗാന റോക്ക് ദിയ, അപ്പോൾ എന്ത് ചെയ്തു, ചാർലി ഗാന റോക്ക് ദിയ, ആ പാട്ട് അവിടെ നിർത്തി. ആർ ഘോഷണാക്കി, എന്നിട്ടോ ഘോഷണ എന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തു. എന്ത് കി എന്തെന്നാൽ പെഹ്ലെ മേ യേ പൈസേ ബട്ടോരൂങ്ക और उसके बाद ही गाऊंगा, ആദ്യം ഞാൻ ഈ പൈസ ബട്ടോരൂങ്ക, കളക്ട് ചെയ്യട്ടെ, और बाद ही गाऊंगा, ശേഷം പാടാം. അല്ലേ, പൈസ വീഴുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയല്ലേ, 5 വയസ്സുള്ള കുട്ടിയല്ലേ, അപ്പോൾ അവനിക്കറിയില്ലല്ലോ ഒരു സ്റ്റേജിൽ എന്താണ് ചെയ്യേണ്ടത്. പൈസ വീഴുന്ന കണ്ടപ്പോൾ കുട്ടി എന്ത് ചെയ്തു, ആദ്യം തന്നെ പാട്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം ഈ പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ, ഒക്കെ പെറുക്കിയെടുക്കട്ടെ, ശേഷം പാട്ട് പാടാം എന്ന് പറഞ്ഞു. इस बात ने हाल को हंसी घर में तब्दील कर दिया. ഇക്കാര്യം, അതായത് ഇവൻ ഈ പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റിൽ, ഇത് ഹാളിനെ തന്നെ ഹസീഘർ, ഒരു ചിരി സദസ്സിലേക്ക് തബ്ദീൽ കരുതി, അല്ലെ, മാറ്റി. അവൻ മുഴുവൻ, ഈ ഒരു സ്റ്റേജ് മുഴുവൻ, അവിടെയുള്ള ഓഡിയൻസ് മുഴുവൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സ്റ്റേജും അവിടെയുള്ള ആളുകളും ഒക്കെ ഒരു സദസ്സിനെ എന്താക്കി മാറ്റി, ചിരി സദസ്സിലേക്ക് അവൻ മാറ്റി. തബ് തക് മാനേജർ എക് റൂമാൽ ലേക്കർ ആയ, അപ്പോഴേക്കും മാനേജർ എക് റൂമാൽ ലേക്കർ ആയ, റൂമാൽ പറഞ്ഞാൽ ഒരു ഷാളിൻ്റെ പീസ്, ഒരു തട്ടം എന്നൊക്കെയാണ് അർത്ഥം, ഒരു ഷാളും എടുത്തുകൊണ്ട് വന്നു. ആർ പൈസ ബട്ടൂറിനെ ലഗ, എന്നിട്ടോ പൈസ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ചാർലി കോ ലഗാ കി മാനേജർ ഖുദ് പൈസേ രഖ് ലേന ചാഹത്താ ഹെ. ചാർലിക്ക് തോന്നിയത് എന്താ, മാനേജർ ഖുദ് പൈസേ രഖ് ലേന ചാഹത്താ ഹെ. മാനേജർ ഖുദ് പറഞ്ഞാൽ സ്വയം, അയാൾ തന്നെ സ്വയം ഈ പൈസയൊക്കെ കയ്യിൽ വെക്കുകയായിരിക്കുമോ, കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ, ഇയാളൊക്കെ എടുത്തിട്ട് പോകുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് ചാർലിക്ക് വന്നത്. ഉസ്നെ യഹ് ബാത് ശിക്കായത്തി ലഹജെ മേ ദർശകോം സെ കഹ് ദി.
അവൻ ഈ കാര്യം ഷിക്കായത്തി ലഹജേമി ഒരു പരാതിയുടെ രൂപത്തിൽ ദർശകവും സേ കഹതി ആളുകളോട് കാണികളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതായത് എങ്ങനെയാണ് ഒരു ഷിക്കായത്ത് പറഞ്ഞാൽ അങ്ങനെ ഇദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നു അല്ലേ, എനിക്കൊന്നും കിട്ടണില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ആദ്യം കളക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്നതാണല്ലോ. അപ്പോഴേക്കും മാനേജർ ഒരു റൂമാൽ എടുത്തുകൊണ്ട് വന്ന് മാനേജറൊക്കെ പെറുക്കുന്ന കണ്ടപ്പോൾ ഇവൻ എന്താ തോന്നി, മാനേജറൊക്കെ ഇത് സ്വയം എടുക്കുമായിരിക്കുമോ, അയാളിത് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ എന്നുള്ളൊരു ചിന്ത വന്ന് ഇവനാകെ പേടിച്ചിട്ട് ഇവൻ ഈ കാര്യം പരാതിയുടെ രൂപത്തിൽ ആളുകളോട് ഇവനത് പറഞ്ഞു കൊടുത്തു. ഹസി തബ് ആർ ബഡ്ഗൈ, അപ്പോൾ ചിരി എന്തായി, ഒന്നുകൂടി കൂടി. जब रूमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. എന്ത് ചെയ്തു എന്നിട്ട്, റൂമാൽ കി പോട്ടലി മേ പൈസേ ബാന്ധ്, റൂമാലിൻ്റെ പെട്ടിയിലല്ലേ ആ ഒരു ഇതിൽ ആ പൈസ മുഴുവൻ എടുത്തിട്ട് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ, ബാക്ക് സ്റ്റേജിലേക്ക് നേരെ പോകുന്ന മാനേജർ കെ പീച്ചെ, മാനേജറുടെ പുറകിൽ ചാർലി വ്യാകുലത സേ ലഗുകയ, ചാർലി വ്യാകുലതയോടുകൂടി ടെൻഷനോടുകൂടി തന്നെ ചാർലി ഒപ്പം പോയി. ജബ് തക് മാനേജറിനെ വഹ് പോട്ടലി മാ കെ ഹവാലെ നഹീ കി വഹ് നഹീ ലൗട്ട, അല്ലേ, എപ്പോഴാണോ മാനേജർ അത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് വരെ അവൻ നഹീ ലൗട്ട മടങ്ങിയില്ല. അത് അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ അവൻ അയാളുടെ പുറകിൽ പോയി, അവൻ മടങ്ങിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചാർലിയുടെ ഈ ഒരു പെരുമാറ്റം സദസ്സിനെ ഒന്നുകൂടി എന്താക്കി, ചിരി സദസ്സാക്കി മാറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ. चार्ली ने जनता में गुदगुदी फैला दी थी. उसके बाद उसने दर्शकों से बातचीत की, അല്ലേ, ചാർലി ആളുകൾക്കിടയിൽ ഒരു ഓളം സൃഷ്ടിച്ചു. പിന്നെയോ ഉസ്കെ ബാദ് ഉസ്നെ ദർശകവും സെ ബാത്ചീത് കി, അതിനുശേഷം അവൻ ആളുകളുമായിട്ട് സംസാരിച്ചു. നൃത്യക്കിയ, ഡാൻസ് ചെയ്തു. അവർ അപ്നി മാ സഹിത്, അവൻ്റെ അമ്മയുടെ കൂടെ, അതായത് അമ്മയുടെ കൂടെ ഇത് കൈ ഗായകവും കി നക്കൽ ഉത്താരി, ഒരുപാട് ഗായകരെ നക്കൽ ഉത്താറിന അനുകരിക്കുക അല്ലേ, കോപ്പി ചെയ്യുക, പകർത്തി, അതായത് എല്ലാവരെയും അവൻ്റെ അമ്മയും കൂടെ ചേർത്തി ഒരുപാട് ഗായകരെയൊക്കെ അവൻ എന്ത് ചെയ്തു, അനുകരിച്ചു. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज़ और उसके फुसफुसाने की भी नकल उतार दी, അല്ലേ. ഉസ്നെ തോടേ ദേർ പെഹലെ, അല്ലേ, അവസാനം എന്ത് ചെയ്തു, അവൻ കുറച്ച് മുൻപ് ഫട്ടി മാക്കി ആവാസ്, അല്ലേ, അമ്മയുടെ പൊട്ടി ആ ഇടറിയ ശബ്ദം കൂടെ, ആർ ഉസ്കെ ഫുസ്ഫുസാനേക്ക് ഭി നക്കൽ ഉത്താർതി, അല്ലേ, അമ്മയുടെ ശബ്ദം ഇടറിയിട്ടുള്ളൊരു ശബ്ദമായി മാറിയല്ലോ, അതും കൂടെ അവൻ എന്ത് ചെയ്തു, നക്കൽ ഉത്താർതി, അതിനെ അനുകരിച്ചു. ലോഗോ മേ ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി, ആളുകൾ ടഹാക്ക പറഞ്ഞാൽ അട്ടഹസിച്ചിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ടഹാക്കോം കി ഹിസ്സേദാരി ഹുയി, ആളുകൾക്ക് ഒരുപാട് ഉറക്കെ ചിരിക്കേണ്ട അവസ്ഥ വന്നു. ആ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസെ, സ്റ്റേജിലേക്ക് ജംകർ എന്ന് പറഞ്ഞാൽ കുമിഞ്ഞു കൂടുക എന്നാണ് അല്ലേ, പൈസേ ബർസെ, പൈസ എങ്ങനെ ബർസെ പറഞ്ഞാൽ പെയ്യാന്ന്, എന്താ പണം അല്ലേ, പൈസ മഴ വർഷിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്തുമേ മാ ജബ് ഉസേ ലേനെ ആയിട്ടോ, അവസാനം അമ്മ അവനെ ലേനെ ആയിട്ടോ വിളിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ ദർശകോംനെ ദേർ തക് ഖടേ ഹോക്കർ താലിയാം ബജായി, അല്ലേ, ഒരുപാട് നേരം ഖടേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി, എന്ത് ചെയ്തു, കൈയടിച്ചു, താലിയാം ബജായി. കൈ ലോകോംനെ മാസെ ഹാത്ത് മിലാക്കർ, ഒരുപാട് ആളുകൾ അമ്മയുടെ കൈ കൊടുത്ത് ഉസ്കി ചോട്ടെ ബച്ചേ കി താരിഫ് കി, ആ ചെറിയ കുട്ടിയുടെ ആ പ്രായം അല്ലേ, അവൻ്റെ ദിവസം, അവൻ്റെ ഡേറ്റൊക്കെ ചോദിച്ചു, അതായത് അവനെക്കുറിച്ച് ചോദിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയ, ചാർലി സ്റ്റേജിലേക്ക് പെഹലി ബാർ ആയ, ആദ്യത്തെ തവണ വന്നു. और माँ आखिरी बार, അമ്മയോ ആഖിരി ബാർ, അവസാനത്തെ തവണ.
അന്നാണ് ചാർലി ആദ്യമായി സ്റ്റേജിലേക്ക് കയറിയത്. അന്നാണ് അവൻ്റെ അമ്മ അവസാനമായി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്, അല്ലേ? അതായത് അമ്മയും അവസാനമായിട്ടാണ് സ്റ്റേജിലേക്ക് കയറിയത്, അവനും ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് കയറി. അതാണ് ആ വരി. ചാർലി സ്റ്റേജ് पर पहली बार ആയ, ചാർലി സ്റ്റേജിലേക്ക് ആദ്യത്തെ തവണ വന്നു. ഓർമ്മ ആഖിരി ബാർ, അമ്മ അവസാനത്തെ തവണ. दुनिया के सबसे बड़े शोमैन का यह पहला शो था. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ, അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോമാൻ, അദ്ദേഹത്തിൻ്റെ പെഹലാ ഷോ ധാ, ആദ്യത്തെ ഷോ ആയിരുന്നു അത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു വ്യക്തി, അല്ലേ? ആ ഒരു വലിയ കലാകാരൻ്റെ ഉദയം, അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, അവൻ അവിടെ ജന്മമെടുത്തു. ആര്? അതുവരെ ഉണ്ടായിരുന്ന ചാർലിയല്ല, അന്നാണ് നമ്മൾ കാണുന്ന ചാർലി ചാപ്ലിൻ എന്ന വ്യക്തി ജന്മമെടുത്തത്, അല്ലേ? 5 വയസ്സുള്ള കുട്ടിയായിട്ട് അവൻ ആദ്യമായി സ്റ്റേജിൽ കയറി ഇത്രയും വലിയ ഒരു സ്റ്റേജിനെ അഭിമുഖീകരിച്ച് സ്റ്റേജിനെ ഇളക്കി മറിച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച് അവരെ എല്ലാവരെയും കയ്യിലെടുത്ത് അവസാനം അതായത് അദ്ദേഹത്തിൻ്റെ പ്രകടനം കഴിഞ്ഞ് എല്ലാവരും ഒരുപാട് നേരെ കൈയടിച്ച് അവനെക്കുറിച്ച് അറിഞ്ഞ്, അല്ലേ? അമ്മയുടെ അടുക്കൽ പോയി അവനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ആ ഒരു ദിവസം, അന്നാണ് സബ്സെ ബഡാ ഷോമാൻ കാ പെഹലാ ഷോ ഥ, അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെയാണ് ചാർലി ചാപ്ലിൻ എന്ന മഹാവ്യക്തി ജന്മമെടുത്തത്, അല്ലേ? താങ്ക് യു. പാഠം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ക്ലാസ്സുകളിലിട്ട് നമുക്കത് ചെയ്യാം. ചാർലി ചാപ്ലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവനിയുടെ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്, നോക്കുക. सर चार्ल्स स्पेंसर चैपलिन का जन्म 16 अप्रैल 1889 को हुआ. चैपलिन विश्व के बड़े कलाकारों में एक हैं. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक वे इस क्षेत्र में सक्रिय थे. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. उनकी मॉडर्न टाइम्स, द ग्रेट डिटेक्टर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. നോക്കുക, ചാർലി ചാപ്ലിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.